ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഓണം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഓണമുണ്ട്. നമ്മൾ കുവൈറ്റ് വീട്ടിലായ കാരണം ഓണമൊന്നുമില്ല. അപ്പോൾ ഹരേ കൃഷ്ണ. ഞാൻ നമ്മുടെ വയനാട് മേപ്പാടി ദുരന്തത്തിലെ കുറച്ച് കണക്കുകൾ നമ്മുടെ മറുനാടൻ ന്യൂസിലുണ്ട്. അത് ഇനി ഫേസ്ബുക്കിലേക്ക് ഇട്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിൻ്റെ ഫോട്ടോ ഉണ്ട്. എൻ്റെ യൂട്യൂബ് എങ്ങനെയെങ്കിലും ഇതാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ഇടുന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളിൻ്റെയും കണക്കുകൾ കോടതി മുഖേന പുറത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ അന്നും നിങ്ങളോട് പറഞ്ഞു, ഈ സഹായിക്കുന്ന ജനങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വീട്, വസ്ത്രം, ഭക്ഷണം എന്ത് കൊടുക്കുകയാണെങ്കിലും നിങ്ങളത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാതെ ഈ ദുരിതം നടന്ന ആ സ്ഥലത്തിലത്തെ ആൾക്കാർക്ക് നേരിട്ട് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് നടന്നതുകൊണ്ട് അവിടെ ഇന്നും 5 കൊല്ലോ 6 കൊല്ലമായിട്ട് വീട് കിട്ടാതെ എത്രയോ പേര് കരിഞ്ഞിട്ട് വന്നത് ഞാൻ ഇതിൽ മീഡിയയിൽ കണ്ടതുകൊണ്ടാണ് ഞാനത് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഈ സഹായം കോടികൾ രൂപ കൊടുത്ത ആൾക്കാർ കോടികൾ വന്ന് കഴിഞ്ഞു. ഇപ്പോൾ എത്രയോ കോടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെന്നിട്ട് ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? ഒന്ന് പറയാവോ ആരെങ്കിലും? എനിക്ക് കമൻ്റ് എഴുതി അറിയിക്കണം എല്ലാവരും. ഇതിപ്പോൾ ഇന്നതിന്, അതായത് അവിടുത്തെ പാലം കെട്ടിയതിന്, അവിടുത്തെ ആൾക്കാരിൻ്റെ യൂണിഫോം എടുത്തത് പറയുന്നു, ചെലവിൻ്റെ പറയുന്നു, വെള്ളത്തിൻ്റെ എന്ന് പറയുന്നു, അവിടെ ഇതിൽ താമസിച്ച ആ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ജനങ്ങൾക്കുള്ള വണ്ടിൻ്റെ ചിലവ് പറയുന്നു, ഹെലികോപ്റ്ററിൻ്റെ ചിലവ് എന്ന് പറയുന്നു, എല്ലാം കോടികൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 14 ജില്ലയിൽ നിന്നും ലോറിക്കണക്കിന് സാധനങ്ങളാണ് ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. സഹായങ്ങൾ, എല്ലാവരും ചെയ്ത പണങ്ങൾ, ഇതെല്ലാം എത്രയോ സംഘടനകൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. മിലിറ്ററിക്കാർക്ക് കൊടുത്തു പറയുന്നു, ഹെലികോപ്റ്ററിന് കൊടുത്തു എന്ന് പറയുന്നു. ഈ എന്താണ് പറയുക, ദുരിതാശ്വാസത്തിന് എന്താണ് ചില സമയങ്ങളിൽ പറയാൻ എനിക്ക് അത്ര വരുന്നില്ല, മറക്കണതാണ്. ഓക്കെ. അപ്പോൾ ഈ ജനങ്ങൾക്കെല്ലാം അതുപോലെ എത്രയോ പേര് മരിച്ചവരിൻ്റെ അവർക്ക് വേണ്ട ചിലവുകൾ എത്രയോ കോടി രൂപ ചിലവായിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു മരിച്ച ആളിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി 75 ലക്ഷം രൂപ വെച്ചിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ എത്രയോ ആയിരങ്ങൾ മരിച്ചവർക്ക് ഉള്ള പൈസ, പിന്നെ അപകടം പറ്റിയവർക്കുള്ള പൈസ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സൗജന്യമായിട്ട് നമ്മുടെ ജില്ലയിൽ നിന്നും തമിഴ്നാട് ജില്ലയിൽ നിന്നും എവിടെ നിന്നെല്ലാം ആൾക്കാർ ആ മേപ്പാടിയിലത്തെ വിഷമം കണ്ട് സഹായിക്കാൻ വന്നവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഗവൺമെൻറ് നിയമിച്ച ആൾക്കാരിനെ അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഇത്രയും കോടികൾ രൂപ അതിൽ കണക്ക് കാണിച്ച് മുക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യ സത്യം. അതായത് കക്കുക, മുക്കുക, നക്കുക, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയെല്ലാം സ്വാഹ 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 ഗോവിന്ദ, ഇനി അത് തന്നെയാണ് നടക്കാൻ പോണത്. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ ബുദ്ധിപൂർവം ഉണർന്ന് പ്രവർത്തിക്കണം. ഏത് ഗവൺമെൻറ് ഭരിക്കുകയാണെങ്കിലും, ഇടതായാലും വലതായാലും അല്ലാത്തവരായാലും ഭരിക്കുമ്പോൾ സത്യസന്ധത ഒരു പ്രാവശ്യം അവർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് സത്യമായിരിക്കോ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കുന്ന ആൾക്കാർ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്കത് നേരിട്ട് നിങ്ങളുടേതായിട്ടുള്ള ആൾക്കാരിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്നാണ്. പാവപ്പെട്ടവർ വീടില്ല, വസ്ത്രവുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഉറങ്ങാനൊരു സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് അതിൽ നിന്ന് കക്കലൊക്കെ ഒരുപാട് ആൾക്കാർ സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് രാത്രി പോണതൊക്കെ കണ്ടതാണ്. ഇത് അനുഭവിക്കേണ്ട ആൾക്കാരിൻ്റെ കയ്യിൽ എത്താതെ അത്
ഈ ജീവിതത്തിൽ പണം, ഈ ദുരിതം വരെ സന്തോഷിക്കണം, ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്തും ചിന്തിക്കുന്ന മനുഷ്യരുടെ കയ്യിലല്ലേ ഈ പൈസ മുഴുവൻ നിങ്ങൾ ഈ സഹായം കൊടുത്തിട്ട് പോയി എത്തിച്ചേർന്നത്. എന്തെങ്കിലും ഒന്ന് അവിടെ ഒരു നല്ല കാര്യം നടത്തി എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ ഗവൺമെൻറ്റിന് പറ്റുമോ? ഇല്ലെങ്കിൽ ഈ കോടികൾ രൂപ കൊടുത്തവർക്ക് പറ്റുമോ? സിനിമാ നടന്മാർ കൊടുത്തിരിക്കുന്നു, അല്ലാത്ത സെലിബ്രിറ്റികൾ കൊടുത്തിരിക്കുന്നു. 1 ലക്ഷം മുതൽ 2 ലക്ഷം മുതൽ 10,000 മുതൽ 20,000 മുതൽ കുടുക്ക പൊട്ടിച്ചിട്ടും പണ്ട് ആട് മേച്ചിട്ടും ഒക്കെ കൊടുത്തിരിക്കുന്നു. ആ കൊടുക്കുന്നത് നിങ്ങൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുക്കിൻ. അല്ലാതെ ഇപ്പം ഞാനൊരു നുണ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ചെയ്യാം, നിങ്ങൾ എനിക്ക് തരും, എൻ്റെ ബാങ്കിൽ അക്കൗണ്ട് ഇടുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കാണ് ആ പൈസ എടുക്കണമെങ്കിൽ അത് തെറ്റല്ലേ? അത് ചെയ്യുന്നത് ഇത് അയച്ചു കൊടുക്കുന്ന ആൾക്കാരല്ലേ? ഈ പൈസ നേരിട്ട് കൊടുക്കുന്നത് കൊണ്ടല്ലേ? നിങ്ങൾക്ക് നേരിട്ട് കൊടുത്തൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പം അവിടുത്തെ ഒരാൾക്ക് ഒരു ഡ്രസ്സ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, അതെനിക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കണം. അല്ലാതെ അത് വേറൊരാളിനെ വെച്ചിട്ട് അവരിൻ്റെ കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ആ ഡ്രസ്സ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതൊരു ഉദാഹരണം, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കോടികൾ രൂപ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കണക്ക് ഓരോന്ന് പുറത്ത് വരികയും ചെയ്യും. ആ നാട് മുഴുവൻ നശിച്ച് നാരായണക്കല്ല് കുത്തിപ്പോവുകയും ചെയ്തു. ഇനി ആ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ, പാവങ്ങൾ പണിയെടുത്ത് അധ്വാനിച്ച് ഉണ്ടാക്കി എവിടെയെങ്കിലും ഒരു ചാള വെച്ച് അവർ മരിക്കുന്നവരെ അവർ ജീവിക്കും. അതാണ് ഇതിൽ സംഭവിക്കാൻ പോണത്. അല്ലാണ്ട് ഈ കോടികൾ വന്നതൊന്നും ഈ പാവപ്പെട്ടവരുടെ കയ്യിലെത്തില്ല, അതിന് യാതൊരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എനിക്ക് കമൻറ്റ് എഴുതി അറിയിക്കുക. ഓക്കെ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.